ഇറാൻ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇനി ഇസ്രയേലും അമേരിക്കയും തകർന്നടിയാൻ പോവുകയാണെന്ന്. അമേരിക്കയ്ക്ക് ഇത് തിരിച്ചടികൾ തന്നെയാണ് ഇനി കിട്ടാൻ പോകുന്നത്. ഇത് കേവലം ഒരു യുദ്ധമൊന്നുമല്ല, സ്വന്തം രാജ്യത്തിന്റെ നിലനിൽപ്പിനും ആത്മാഭിമാനത്തിനും വേണ്ടിയുള്ള ഒരു ഇതിഹാസ പോരാട്ടമാണ് ഇറാന്. മാറുന്ന ലോകക്രമത്തിൽ ഇറാൻ ഒരു നിർണായക ശക്തിയായി ഉയർത്തെഴുന്നേൽക്കും എന്ന് ഉറപ്പാണ്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും ഭീഷണികൾക്ക് മുന്നിൽ അടിയറവ് പറയാൻ തയ്യാറല്ലെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ഇറാൻ വീണ്ടും. അമേരിക്കയുടെ അത്യാധുനിക ആയുധബലവും ഇസ്രയേലിന്റെ കുതികാൽ വെട്ടും ഒന്നിച്ചു ചേർന്ന് ഇറാന്റെ മണ്ണിൽ അധിനിവേശം നടത്തുമ്പോൾ ലോകം കരുതിയത് ഇറാൻ മുട്ടുമടക്കുമെന്നാണ്. പക്ഷേ കണക്കുകൂട്ടലുകൾ തെറ്റുകയാണ്. അമേരിക്കയുടെ ഗർവിനെ തകർത്തെറിഞ്ഞുകൊണ്ട് തന്നെ ഇറാന്റെ മിസൈലുകൾ ആകാശത്ത് അഗ്നി പടർത്തുകയാണ്. ഖത്തറിലെ അൽ ഉദൈദ് എയർബേസ് മുതൽ ബഹ്റൈനിലെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം വരെ ഇന്ന് ഇറാന്റെ ലക്ഷ്യസ്ഥാനങ്ങളാണ്. സഖ്യശക്തികളുടെ അഹങ്കാരത്തിന് മുകളിൽ ഇറാന്റെ ഉരുക്കുമുഷ്ടി പതിച്ചു കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കൻ സാമ്രാജ്യത്വം ഈ മണ്ണിൽ തകർന്നടിയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പതറാത്ത നെഞ്ചുറപ്പോടെ ഇറാൻ പോരാടുകയാണ്. വെറും പ്രതിരോധമല്ല, ഇത് തിരിച്ചടിയാണ് അമേരിക്കയ്ക്ക്. ലോകത്തെ വിറപ്പിക്കുന്ന മഹാശക്തികൾക്ക് നേരെ ഒരു രാജ്യം നടത്തുന്ന സമാനതകളില്ലാത്ത പ്രത്യാക്രമണമാണിത്. പശ്ചിമേഷ്യയിൽ നിന്ന് അതീവ ഗുരുതരമായ വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ലോകം ഭയന്നതുപോലെ തന്നെ കാര്യങ്ങൾ ഒരു പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഇന്ന് പുലർച്ചെ ഇസ്രയേൽ സമയം 8:30 ഇറാന് നേരെ ശക്തമായ വ്യോമാക്രമണം ഉണ്ടായി. ഇതാ കേവലം ഇസ്രയേലിന്റെ മാത്രം നീക്കമല്ല, മറിച്ച് അമേരിക്കയും ഇസ്രയേലും സംയുക്തമായി നടത്തിയ ആക്രമണമാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്ഥിരീകരിച്ചിരുന്നു. ഇതോടെ ലോകരാജ്യങ്ങളെല്ലാം വലിയ ആശങ്കയിലായിരുന്നു. എന്നാൽ ഇറാൻ ഇതിനെതിരെ ശക്തമായി തന്നെ തിരിച്ചടിച്ചിരിക്കുകയാണ്. ആക്രമണം കഴിഞ്ഞ മണിക്കൂറുകൾക്കകം തന്നെ ഇറാൻ മറുപടി നൽകി തുടങ്ങിയിരിക്കുന്നു. ഇറാന്റെ MiG-39 യുദ്ധവിമാനങ്ങൾ ടെഹ്റാനു മുകളിൽ പ്രതിരോധം തീർക്കുകയും ഇസ്രയേലിന് നേരെ ഏകദേശം 30 മുതൽ 70 വരെ മിസൈലുകൾ തൊടുത്തുവിടുകയും ചെയ്തിരിക്കുന്നു. ഇസ്രയേൽ സൈന്യം ഈ വിവരം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ അയൺ ഡോം പോലുള്ളവ സജ്ജമാണെന്നും ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നും ഇസ്രയേൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇറാനിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ പ്രകാരം ഭരണകൂടത്തിന്റെ നിർണായക കേന്ദ്രങ്ങളെയാണ് അമേരിക്ക ഇസ്രയേൽ സഖ്യം ലക്ഷ്യം വെച്ചത്. പ്രസിഡൻഷ്യൽ ഓഫീസ്, പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വാസസ്ഥലം എന്നിവയ്ക്ക് സമീപം സ്ഫോടനങ്ങൾ നടന്നു. എന്നാൽ ഖമേനിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയതായാണ് വിവരം. ഇറാൻ സൈനിക കമാൻഡർ ഇൻ ചീഫ് അമീർ ഹദാമി, ജുഡീഷ്യൽ മേധാവി ഗോലം ഹുസൈൻ എന്നിവർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുമുണ്ട്. ഇതിനെല്ലാം പുറമെ ഇറാന്റെ ഔദ്യോഗിക വെബ്സൈറ്റുകൾക്കും വാർത്താ ഏജൻസികൾക്കും നേരെ ശക്തമായ സൈബർ അറ്റാക്ക് നടന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇറാനിൽ നിന്നുള്ള കൃത്യമായ വിവരങ്ങൾ പുറം ലോകത്തിന് ലഭിക്കാൻ പ്രയാസമാണ്. എന്തുകൊണ്ട് ഈ യുദ്ധം നമ്മെ ബാധിക്കുമെന്നറിയാമോ? ഇതൊരു പ്രാദേശിക തർക്കം മാത്രമല്ല, ഇത് ലോകത്തെ മുഴുവൻ ബാധിക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. ഇന്ധനവിലയാണ് അതിൽ പ്രധാനപ്പെട്ടത്. ലോകത്തെ എണ്ണക്കടത്തിന്റെ പ്രധാന പാതയായ ഹോർമുസ് കടലിടുക്ക് ഇറാന്റെ നിയന്ത്രണത്തിലാണ്. ഈ യുദ്ധം കാരണം ആ പാത തടസ്സപ്പെട്ടാൽ ആഗോളതലത്തിൽ എണ്ണവില കുതിച്ചുയരും. നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന്റെ ജീവിതത്തെ ഇത് നേരിട്ട് ബാധിക്കും. രണ്ടാമത്തേത് ആണവ ഭീഷണിയാണ്. ഇറാൻ ഒരു ആണവ രാജ്യമാണ്. അവരെ നിരായുധീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക ഈ കടുത്ത നീക്കം നടത്തുന്നത്. ഇത് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കും. മറ്റൊന്ന് പ്രവാസികളുടെ സുരക്ഷയാണ്. ഗൾഫ് രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് ഖത്തർ പോലുള്ള ഇടങ്ങളിൽ ലക്ഷക്കണക്കിന് മലയാളികളാണുള്ളത്. അവിടെയുള്ള അമേരിക്കൻ പൗരന്മാരോട് ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം വന്നു കഴിഞ്ഞു. നമ്മുടെ സഹോദരങ്ങളുടെ സുരക്ഷയും വലിയൊരു ചോദ്യചിഹ്നമായി തുടരുകയാണ്. 2025 ജൂണിലും സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് 12 ദിവസത്തെ സംഘർഷത്തിന് ശേഷം അമേരിക്കയും ഖത്തറും ചേർന്ന് സമാധാന കരാറിലെത്തിച്ചു. എന്നാൽ ഇന്ന് സ്ഥിതി വ്യത്യസ്തമാണ്. അന്ന് സമാധാനത്തിന് മുൻകൈ എടുത്ത അമേരിക്ക ഇന്ന് നേരിട്ട് യുദ്ധക്കളത്തിലുണ്ട്.
ആണവ നിരായുധീകരണം എന്ന കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന നിലപാടിലാണ് ട്രംപ് ഭരണകൂടം. ലോകം മുൾമുനയിൽ നിൽക്കുന്ന ഒരു നിമിഷമാണിത്. രഹസ്യ നീക്കങ്ങളിലൂടെ ഇറാനെ തകർക്കാമെന്ന് മോഹിച്ച ഇസ്രയേലിന് എന്തായാലും അടിതെറ്റിയിരിക്കുകയാണ്. ടെഹ്റാനിലെ തെരുവുകളിൽ ബോംബിടുമ്പോൾ അവർ മറന്നുപോയി ഇതൊരു തിരിച്ചടിയുടെ തുടക്കം മാത്രമാണ് എന്ന്. സയനിസ്റ്റ് ശക്തികളുടെ അന്ത്യം കുറിക്കാൻ ഇറാൻ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. സമാധാന ചർച്ചകൾക്ക് ഇനി എത്രത്തോളം പ്രസക്തിയുണ്ടെന്ന് വരും മണിക്കൂറുകളിൽ അറിയാം. ഇറാന്റെ ഓരോ നീക്കവും ലോകം ഉറ്റുനോക്കുകയാണ്.